നമ്മൾ വിട്ടുനിന്നിട്ടുണ്ട്. ഇനി വിട്ടു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അബദ്ധമാണ്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സമസ്ത അത് ഈ ഹാഫിദ് ഉസ്താദ് എന്നല്ല, ഏത് വിഷയത്തിലാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്താണോ അത് തന്നെയാണ് നമ്മുടെ നിലപാട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. രാമന്തള്ളിയുടെയും ജിസാൻമാരുടെയും കൊലയിൽപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ AP ഉസ്താദിനെയും പേരഡ് ഉസ്താദിനെയും വിമർശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവർ തോക്ക് ചൂണ്ടിക്കാണ്ടാണോ നിങ്ങളോട് അത് പ്രസംഗിപ്പിച്ചത്? തോക്ക് ചൂണ്ടിയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ തോക്ക് ചൂണ്ടുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അങ്ങനെ എത്തിച്ചു എന്നതാണ് ശരി. അതായത് തോക്ക് ചൂണ്ടി ചിലപ്പോൾ കൊല്ലലല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മളെ തന്നെ ആ ഒരു പക്വതയിലേക്ക് അത് ചെന്നെത്തിച്ചു. ഞാൻ കൃത്യമായി പറഞ്ഞു തന്നാൽ ഇതെന്നും ഉപദേശം തന്നെയല്ലേ. പിന്നെ അതിന്റെ പുറമെ ഓരോ കാര്യങ്ങളും എണ്ണിപ്പറയുകയും എന്നിട്ട് നമുക്കിങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം നടന്നത്. ആ പ്രസംഗം നടന്നതിന്റെ ശേഷം പിന്നെ ഉസ്താദുമാർ വിളിച്ചു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഞാൻ അവിടെ ഓർക്കുന്നത് നമ്മുടെ അക്സരിമാരായ നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇഹ്യാ ഉസ്സുന്നയിലെ ഉസ്താദുമാർ, അവരെല്ലാവരും വിളിച്ചു. വിഷയത്തിന്റെ ഗൗരവം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി, ആഖിബത്തിനെ കുറിച്ച് മനസ്സിലാക്കി തന്നു. ആ ഒരു രൂപത്തിലുള്ള ഉപദേശവും കാര്യങ്ങളും ബന്ധപ്പെടലും ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ശൈഖുനാ ഓക്കെ ഉസ്താദിന്റെ ഒരു മദദ്, ഒരു സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രാമന്ത്രിയെ പോലെ അപ്പുറത്ത് പോയി തെറി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അല്ലാഹു ശൈഖുനായുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ശിഷ്യന്മാരെയും അവിടുത്തെ അടുപ്പമുള്ള ആളുകളെയും അവിടുന്ന് സഹായിക്കുന്നു എന്നതാണ് ഇപ്പോൾ നടന്ന സംഭവത്തിന്റെ ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. പറഞ്ഞ മാതിരി ഈ വിഷയത്തിൽ നിങ്ങള് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ സംസാരം ഉണ്ടായത്, ഒരു സീഡ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വല്ല പ്രയാസങ്ങൾ നേരിട്ടിട്ട് വന്നാണ് ഇങ്ങനെ വൺ വേ ആയിട്ട് മാത്രം ഇത് പോവോ? ഈ പ്രസംഗം വൺ വേ മാത്രമായിട്ട്, അതായത് ഈ നമ്മളെ വിഭാഗത്തിനെ ഇപ്പൊ നിങ്ങൾ പുകഴ്ത്തി പറയുന്ന ഈ വിഭാഗത്തിന്, അതായത് AP വിഭാഗത്തിന്, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന സുന്നിയില്, ഈ സുന്നി വിഭാഗത്തിന് മാത്രം എതിർത്തുകൊണ്ട് പറയുന്ന സംസാരമായിട്ട് അവിടെ വരുമെന്ന്. അതെ, അത് വന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടും നമ്മുടെ വിശ്വാസവും ഇത് തന്നെയാണ്, ഇപ്പൊ പറഞ്ഞതാണ്. പിന്നെ ആ വന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നും ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മളത് ന്യായീകരിക്കാൻ പോകുന്നതിന് പകരം അത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നു, പൂർണ്ണമായി കീഴടങ്ങുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ന്യായീകരിച്ചാലേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. കാരണം ഞങ്ങള് കേരളത്തില് ഈ പാവപ്പെട്ട ഒരുപാട് നാടന്മാരായ ആളുകൾ, മൂല്യന്മാരെ കാര്യം പോട്ടെ, നാടന്മാരായ ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ പറ്റി പഠിക്കുന്നത് ഒന്ന് നിങ്ങളെ കയ്യിൽ, അതായത് നമ്മളെ പണ്ഡിതന്മാരെ ആലിമ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അത് വിശദമായി മനസ്സിലാക്കാനും ആ സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് ഇവിടുത്തെ മുബത്തദി എന്താണ്, ഇവിടുത്തെ EK വിഭാഗം ചേളാരി വിഭാഗം എന്താണ്, മറ്റുള്ള ആളുകൾ എന്താണ്, ഇവിടെ തെരീഖത്ത് എന്താണ്, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി തന്നെ മനസ്സിലാക്കിയത് ഒന്ന് നിങ്ങളെ കയ്യിൽ അല്ല എന്ന് ഞങ്ങൾ പറയണില്ല. മറ്റൊന്ന് നമ്മുടെ വഹാബ് സഖാഫി, പത്തപിരിയൻ സഖാഫി, കൊളത്തൂർ സഖാഫി, ഇങ്ങനെയുള്ള എല്ലാ പണ്ഡിതന്മാർ, ചെറുപ്പക്കാരായ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഏകദേശം ഒരു 8 വർഷത്തോളം കേരളത്തിലൂടെ നീളം നിങ്ങളെ പ്രസംഗമാണ് ഞങ്ങളെ ഇതിൽ പ്രചോദനപ്പെടുത്തിയത്. സുന്നത്തി ജമാഅത്തിൽ ആദർശത്തിൽ ഏറ്റവും അടിയുറച്ച് വിശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായത്. ഈ സാഹചര്യം കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ മൊത്തം ആശയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അതൊരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ സീഡ് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നഷ്ടപ്പെടാൻ മാത്രമല്ല, നിങ്ങളെ പറ്റിയെന്ന് മാത്രമല്ല മൊത്തത്തിൽ ഞങ്ങൾക്കിതിൽ ഒരു സംശയങ്ങൾ, ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്നൊരു സംശയങ്ങള് നിങ്ങളുടെ ഒറ്റ സീഡ് കൊണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നി. ഈ സംശയം ദൂരീകരിക്കുകയാണ്. പക്ഷെ ആ സംശയത്തിന് വേണ്ടി നിങ്ങൾ രണ്ടാമത് ഇറക്കിയ CD അതിന്റെ 1000-1 മടങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതും സത്യമാണ്. പക്ഷെ അത് നിങ്ങൾ വ്യക്തമായി തന്നെ പരസ്യമായി തന്നെ അത് നിങ്ങൾ പത്രസമ്മേളനങ്ങൾ നടത്തിയും നമ്മുടെ ഉസ്താദുമാരെ മുമ്പിൽ വെച്ച് ശരിക്കും നടത്താവുന്ന രൂപത്തിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ ക്ഷമാപണം നടത്താൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ ക്ഷമാപണം നടത്തി ഇവിടുത്തെ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നമ്മൾ വിശ്വസിക്കുന്ന പാവപ്പെട്ട നാടന്മാരെ നിങ്ങൾ ഇന്ന്
രക്ഷപ്പെടുത്തണം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ നമ്മളെ മാധ്യമത്തിലെ പ്രസംഗം, മാധ്യമത്തിലെ റിപ്പോർട്ട്, നിങ്ങൾ ബന്ധപ്പെട്ട് മന്ദിക്കുമായിട്ട് നിങ്ങൾ സംസാരിക്കണേ. പക്ഷെ ആ മന്ദിക്കുമായി സംസാരിക്കുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കഴിയില്ല. സത്യാണല്ലോ. ഇവിടെ മന്ദിക്കുമായിട്ടുള്ള സംസാരം നമ്മൾ മനസ്സിലാക്കാം. കാരണം അവരെ റിപ്പോർട്ട് അങ്ങനെ അവർ കൊടുക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ പാവപ്പെട്ട ജനത് മനസ്സിലാക്കൂല. അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ പത്രങ്ങളെയും ഒരേപോലെ വിളിക്കണം. അങ്ങനെ 10 പത്രങ്ങൾ എഴുതുമ്പോൾ ഒരു മാധ്യമം മാത്രം എഴുതുകയാണെങ്കിൽ ആ മാധ്യമത്തിന് ഞങ്ങൾ വിശ്വസിക്കില്ല. നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ പത്രങ്ങളും ഒരേപോലെ ചെയ്യുമ്പോഴേ വിശ്വസിക്കുള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും വേണം. ഞങ്ങളെ മനസ്സിൽ വന്നുപോയ ഈ സാഹചര്യം ഉണ്ടല്ലോ, സങ്കടമുണ്ട്. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വിഷയം പറയുന്നത്. ആദർശത്തിന്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ നല്ലോണം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഏകദേശം 8-10 വർഷമായിട്ടാണ് ഈ രംഗത്ത് സജീവമായിട്ട് പ്രസംഗവും. നിങ്ങളെ പ്രസംഗത്തിൽ ഞങ്ങൾ ആവേശം ഉൾക്കൊള്ളുകൊണ്ട് ഞങ്ങൾ പിടിച്ച ആ മുദ്രാവാക്യം മഞ്ചേരി ടൗണിൽ 4 ആള് മാത്രം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മഞ്ചേരി ടൗണിൽ അതിന് നല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളെ മുമ്പിൽ ആളുകൾ വന്നല്ലോ എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പൊ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലായതുകൊണ്ടാണ് ഇത്ര പറയാൻ കാരണം. അതുകൊണ്ട് ഇതിന് പറ്റാവുന്ന രൂപത്തിലുള്ള എല്ലാ ക്ഷമാപണവും ദയവ് ചെയ്ത് ഹസൻ ഉസ്താദ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപേക്ഷ നമ്മൾ 100% അംഗീകരിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഞാൻ എല്ലാ പത്രങ്ങൾക്കും കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസിദ്ധീകരിച്ച് മാധ്യമവും തേജസ്സും മാത്രമാണ്. അതിൽ തന്നെ മാധ്യമം അത് തിരുത്തലോടെയാണ്. അതിന്റെ യഥാർത്ഥ രൂപം തേജസ് പത്രത്തിൽ പിന്നീട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് വരാനുള്ള അടിസ്ഥാന കാരണവും ഞാൻ പറഞ്ഞു. അത് ഉസ്താദ് അവറുകൾ നേരത്തെ ഇവരെ വിട്ടു നിർത്തണമെന്ന് പറഞ്ഞപ്പോ അതിൽ നമുക്കുണ്ടായ ഒരു വിവരക്കേട് കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധം, ആ അബദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ സിഡിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർക്കും സംഘടനക്കും ധാരാളം വിഷമങ്ങൾ ഉണ്ടാവുകയും പ്രയാസപ്പെടുകയും പലരും വീട്ടിൽ വരികയും ഫോൺ ചെയ്യുകയും കരയുകയും പല സന്ദർഭ പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഴുവനും നമ്മൾ ഈ സിഡി കേൾക്കുന്നവരോടും ക്ഷമാപണം നടത്തുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഉസ്താദുമാരോടും സംഘടന. അതുകൊണ്ടാണ് സംഘടന എടുത്ത ഈ തീരുമാനം അത് വളരെ ഒരു ചെറിയ ശിക്ഷയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള കാരണം അവരത്രയും നമ്മളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ചെറിയ പ്രലോഭനമൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശനിയാഴ്ച സമ്മേളനം നടക്കുമ്പോ വ്യാഴാഴ്ച തന്നെ അവര് വളരെ ഈ രാമന്തളിയും മറ്റും നേതൃത്വത്തിൽ ആസൂത്രിതമായി നമ്മളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി നേരെ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാല് നമുക്ക് വീട്ടിലിരുന്നാൽ വലിയ പ്രയാസാണ്. ആളുകളെല്ലാം വന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് മംഗലാപുരത്തൊക്കെ പോയി വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വഴിയിൽ വെച്ച് നമ്മുടെ വണ്ടി ഡ്രൈവറും കൂടി ഓരോ ഭാഗത്തേക്കാകുമ്പോ പറയേണ്ടതില്ലല്ലോ, വേറൊരു വണ്ടിയിൽ കയറ്റി, ഒരു ഇന്നോവയിൽ. അപ്പോ വേറെ 2 ആളുകളും അതിൽ വന്ന് കയറി. ഞാനുണ്ട്, എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, ഒരു ഡ്രൈവറും പിന്നെ 2 ആളുകളും. പിന്നെ നമ്മൾ കണ്ടത് ആ വണ്ടിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ കയറ്റിയത് സമ്മേളനം കഴിഞ്ഞിട്ടേ വിടൂ എന്ന ഒരു ഉറപ്പ് അവർക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു അത്ര. അങ്ങനെ പിന്നെ ഞാൻ ആ റൂട്ട് മാറ്റി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, ഞാൻ വളരെ രോഗിയാണെന്നല്ല അവർ അറിയിച്ച്. അങ്ങനെ തിരിച്ചു വന്ന് ഒരു ഉസ്താദിന്റെ അടുത്ത് മന്ത്രിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവസാനം ഇവരെ ഈ തോട്ടുമുക്കം തന്ന സാധനം ഉണ്ട്, അയാളെ മഹല്ലിൽ അന്ന് വ്യാഴാഴ്ച ഞങ്ങളെ 2 പേരെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു വരും. അത്ര ഈ ചേളാരി ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗുണ്ടായിസാണല്ലോ അവരുടെ മുന്നിൽ, നമുക്ക് പറയേണ്ടതില്ലല്ലോ. മുസാഫ് കത്തിച്ചതും അതേപോലെ മദ്രസ കത്തിച്ചതെല്ലാം നമുക്കറിയാവുന്നതാണ്. അന്ന് രാത്രി അവരുടെ ഗുണ്ടകളെ കാവൽ നിർത്തിയിട്ട് നമ്മൾ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വീണ്ടും നമുക്ക് ശാരീരികമായുള്ള അസ്വസ്ഥത അവരെ അറിയിക്കുന്നതും ഉസ്താദുമാരുടെ അടുത്തേക്ക് പോയി മന്ത്രിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഏപ്പിക്കാരായ ഒരൊറ്റ കുട്ടി മന്ത്രിച്ച സംഗതി നടക്കൂല, അതുകൊണ്ട് ഓരോരുത്തർക്ക് പോകാനും പറ്റൂല. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ സമ്മേളനത്തിൽ എത്തുന്ന എനിക്ക് ഉറപ്പായി. ചുരുക്കത്തിൽ അങ്ങനെ ആസൂത്രിതമായി നമ്മളെ കയ്യിലാക്കിയവരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ
വരും. പക്ഷെ ഒക്കെ ഉസ്താദും ഒന്നിരായ സുലൈമാൻ ഉസ്താദും നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ബറക്കത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് ഞാൻ അന്ന് വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരമായപ്പോ ഈ രാമന്തളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ വരാതിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ CD ഞാൻ നാളെ പുറത്തു കൊണ്ടുവരും, നിങ്ങൾ നേരത്തെ കണ്ട പിന്നെ ഫോട്ടോസ് ഞാൻ കൊണ്ടുവരും, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സമ്മേളനത്തിൽ വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഏറിയാലും ചിലപ്പോ സംഘടന നടപടി സ്വീകരിക്കും, എന്നാലും ആ കൂടാരത്തിലേക്ക് സ്റ്റേജിൽ കയറാൻ നമ്മളില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവന്നോളൂ. പിന്നെ വിളിച്ചവരോടൊക്കെ പറഞ്ഞു CD പരമാവധി വിട്ടോളൂ എന്ന് പറഞ്ഞു. അത് ആരിപ്പത്തിൽ പറഞ്ഞതാണ്. ദേഷ്യം പിടിച്ച് എന്തൊക്കെ ചെയ്യാനുള്ളത് ചെയ്തോ, അതാണ് നമ്മൾ അന്ന് അവരോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരതെല്ലാം ചെയ്തു. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നതാണ് അതിലേറ്റവും പ്രസക്തമായി നമുക്ക് തോന്നിയതും. മറ്റുള്ളത് നമ്മുടെ നേരത്തെ അവർ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളെ സ്നേഹിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്ത ആളുകൾക്ക് ഇത് സംബന്ധമായി വിഷമങ്ങൾ ഉണ്ടാവുകയും ധാരാളം ആളുകൾ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ CD-യിൽ ഞാനത് ആവർത്തിച്ച് പറയുന്നു, ആ CD-യെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എന്തുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പെട്ടുപോയ അബദ്ധങ്ങളിൽ നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവരുടെയും വിശിഷ്യ സുലൈമാൻ ഉസ്താദും പൊന്മ ഉസ്താദും പേരോട് ഉസ്താദും അടക്കമുള്ള നമ്മുടെ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ജീവിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അത് മാത്രമേ അതിന്റെ ഒക്കെ പുറമെ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വന്നുപോയ ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുകയും വേണം. അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യും. ആ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, അവര് നമ്മുടെ നിലപാടും കാര്യങ്ങളും അറിയാൻ വേണ്ടി ഒരാഴ്ച മുമ്പ് നമ്മളെ വിളിച്ചിരുന്നു. ആ വിളിച്ച കാര്യത്തിൽ ഉണ്ടായ ഫോട്ടോസാണതുള്ളത്. ആ ഫോട്ടോ ആകെ ഒറ്റ സന്ദർഭത്തിലാണ് ഈ നേതാക്കളുമായി കണ്ടത്. അത് ഇവരെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവരൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു, പട്ടിക്കാട്ടെ അവരുടെ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പൊ അവരെല്ലാവരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ നിന്ന് നമ്മളോട് അവരൊരു ഉപദേശവും നമ്മുടെ നിലപാടും ചോദിക്കുകയും ചെയ്തു. അങ്ങനെയല്ല, അവരുടെ അത് ഞാൻ പറയുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ആക്കിയിരുന്നു. അത് തന്നെയാണ് അതിന്റെ ശരി. നിങ്ങളാ പറഞ്ഞ തന്നെയാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ ശരി. ആ രൂപത്തിലാക്കിയിട്ട് തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, സംസാരിക്കുന്നതൊക്കെ. അത് ശരി തന്നെയാണ്. ആളുകളുടെ ചോദിക്കുമ്പോൾ ആളുകളുടെ വികാരങ്ങളാണ് ഉസ്താദ്, ഒന്നും വിചാരിക്കരുത് എന്ന് ആദ്യമായിട്ട് ഞാൻ പറയാണ്. ഞാൻ അങ്ങനെ ചോദിക്കണം. നമ്മളെ സ്നേഹം എന്താ അറിയോ, അത് നമ്മൾ അടിവരയിട്ട് എന്നും പറയുന്നതാണ്. നമ്മുടെ മേറ്ററിന് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്നാണ്. ഇവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ തീർത്ത് പറയുന്ന സംഗതിയാണ്. നമ്മുടെ പ്രവർത്തകർ ഈ വിഷയത്തിൽ വെറുപ്പ് വെച്ചിട്ടുണ്ടോ അത് അവരുടെ ആദർശത്തിന്റെ ഭാഗമാണ്. ഇല്ലാത്തവരോടാ പിന്നെ നമുക്ക് വെറുപ്പ് വരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അവിടെ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടും സംഘടന എനിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സംഘടനയെ വീണ്ടും തെറ്റിദ്ധരിക്കും. കാരണം സംഘടനക്ക് അതിന്റെ പവർ ഇല്ലാന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് ചെയ്യണം, അത് തന്നെയാണ് അതിന്റെ ശരി. ഏതൊക്കെ പ്രവർത്തകന്മാർ ഈ വിഷയത്തിൽ നമുക്കെതിരെ ഈർഷ്യതയും ഈ രൂപത്തിലും പല രൂപത്തിലും അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ കാണുകയും ആ അവരുടെ ആദർശബോധം നമ്മൾ തിരിച്ചറിഞ്ഞ് വന്നുപോയ പ്രശ്നങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ പേരിൽ ഒരു പ്രവർത്തകനോട് നമുക്ക് മാനസികമായി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എത്ര വെറുപ്പ് പ്രകടിപ്പിച്ചോ അത്രയും നമുക്ക് സ്നേഹം ഉണ്ടാവും. കാരണം നിങ്ങൾ ആദർശബോധം നമ്മൾ തിരിച്ചറിയുന്നു. അത് തന്നെയാണ് എന്റെ എഴുത്തിക്കാത്. അതിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല, വരികയുമില്ല. അല്ലാഹു തആല ആ നിലക്ക് നിലനിർത്തുമാറാവട്ടെ. അതേപോലെ തന്നെ ഉസ്താദിന്റെ ഇപ്പോഴോ അത് ഞാൻ പറഞ്ഞല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് മുതൽ നമ്മൾ വിട്ടുനിന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ സംഭവത്തിൽ നമ്മൾ ഹാഫിദിനെ ഉപയോഗപ്പെടുത്തിയത് അത് AP വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പറ്റൂല എന്ന് തീർത്തു പറഞ്ഞപ്പോ ഒരു വഴി എന്ന നിലക്ക് കണ്ടു എന്ന് മാത്രം. അതിന്റെ അപ്പുറത്ത് സമസ്തയുടെ നിലപാടിനപ്പുറത്ത് നമുക്കൊരു നിലപാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ CD-യില് പേരോട് ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ജിസാൻ ചോദിക്കുന്നുണ്ട്, ഷാറോബാർക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ഒരു
വിഷയം വല്ല സംഘടകർക്കൊക്കെ വളരെ വിഷമുണ്ടായിട്ടുണ്ട്. അവിടെ ആ പൊന്മൾ ഉസ്താദിനെ സംബന്ധിച്ചും പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് ആ CD-യിൽ വന്ന ഒരു പരാമർശം ശ്രദ്ധിച്ചാൽ മതി. അതിൽ 2 ജിഷാന്റെ ക്ലിപ്പിടുണ്ട്. അപ്പൊ ജിഷാൻ ചോദിക്കുന്നുണ്ട് വിശ്വാസം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ആ 2 ചോദ്യം. ഒന്നാമത്തെ CD-യിൽ അത് വ്യക്തമായി, ഒന്നാമത്തെ CD-ക്ക് നമ്മൾ അന്ന് പിന്നെ ഒരു പകരം CD വന്നല്ലോ, രണ്ടാമത്തെ അത് പരാമർശിച്ചത് കൊണ്ടാണ് അങ്ങോട്ട് ഇപ്പോൾ ഞാൻ പോകാതിരുന്നത്. പുതിയ വിഷയങ്ങൾ കൊണ്ടുവരിക എന്നുള്ള രൂപം ഉണ്ടായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ 2 കാര്യവും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി പൊന്മൾ ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഉസ്താദ് അവരുകൾ തിരികേശത്തെ സംബന്ധിച്ച് പരാമർശിച്ചു എന്നാണല്ലോ പലപ്പോഴും പറഞ്ഞതൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വ്യക്തമായി പറഞ്ഞു. ഉസ്താദ് അവരുകൾ അങ്ങനെ പറഞ്ഞത് വ്യക്തമായി തന്നെ പിന്നീട് ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ, ഞാനതിൽ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് എന്റെ ഉമ്മക്ക് വരെ കുടിപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ ജിഷാൻ എന്ന ഈ വ്യക്തിയിൽ വിശ്വസിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളാണെന്നും അയാൾ തെറ്റാണെന്ന് വന്നതോടുകൂടി ഈ വാക്കുകളെല്ലാം പ്രശ്നമില്ലാതായി പോയല്ലോ എന്നത് കൃത്യമായി നമ്മൾ അതിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് അവറുകൾ ഈ ജിഷാൻ പേരോട് ഉസ്താദ് ഉപദേശിച്ചപ്പോ അയാൾ ഇതിനെ തീരെ വിശ്വസിക്കാത്ത ഒരു സാധനമാണ് ജിഷാൻ എന്ന് പറഞ്ഞാൽ. 100% കള്ളനാണ് ജാലിയവാല എന്ന് വാദിക്കുന്ന ഒരാളെ അയാളെ പടിപടിയായി ഉയർത്താൻ വേണ്ടി നടത്തിയൊരു ഉപദേശം. അതായത് ഷഹർ മുബാറക് അല്ല എന്ന് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് 2ാം ഘട്ടത്തിൽ ഷഹർ മുബാറക് ആണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തലായിരിക്കാം അതിന്റെ ലക്ഷ്യം. കാരണം നേരെ ഷഹർ മുബാറക് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കില്ല. അപ്പൊ അത് അല്ല എന്ന് പറയരുത്, അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മരിച്ചുപോയ പാറന്നൂർ ഇബ്രാഹിം ഒരു അവരെ ട്രഷറായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഷഹർ മുബാറക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിച്ചാൽ മതി, പക്ഷെ അല്ലാന്ന് എന്തായാലും നമ്മൾ പറയാൻ പോണ്ട. അതായത് കൊടുത്ത ആക്കും വാങ്ങിയ ആക്കും ഇത് ഷഹർ മുബാറക് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അത് വിശ്വസിക്കാം. ഇനി തന്നാക്കും അത് സ്വീകരിച്ച ആളെ നമുക്ക് വിശ്വാസമില്ലെങ്കിലോ ആണെന്ന് വിശ്വസിക്കാൻ പോകണ്ട. പക്ഷെ അല്ലാന്ന് പറയാൻ പാടില്ല. അല്ലാന്ന് പറയണമെങ്കിൽ അത് നമുക്ക് നേരെ ബോധ്യപ്പെടണ്ടേ. കാരണം നിബിധങ്ങൾ നമുക്ക് എതിരായി വരുന്ന ഒരു കാര്യമാണല്ലോ അത്. അപ്പൊ അത് വളരെ ഹിക്മത്തോട് നടത്തിയ ഒരു സംഗതിയാണ് എന്ന് ഞാൻ എന്റെ 2ാമത്തെ CD-യിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിശദീകരണം തൽക്കാലം ഒഴിവാക്കിയത് എന്ന് ഇവിടെ പ്രത്യേകമായി പറയുകയാണ്. ഇപ്പൊ ഈ നടന്ന സംഭവ വികാസങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞ മറുപടി വിശദീകരണം ഇങ്ങനെ CD ആയിട്ട് പറഞ്ഞത്, ഈ CD-യിൽ കൂടെ തന്നെയാണോ നേതാക്കന്മാർക്ക് ഇത് അറിയാൻ കഴിഞ്ഞത്? അല്ല നേതാക്കന്മാർക്ക് ഇപ്പോൾ നടന്ന CD-യെ കുറിച്ചാണോ ചോദ്യം? അല്ല, ഇപ്പൊ നടന്നാണ് ഇപ്പൊ നടന്ന സംഭവ വികാസങ്ങള് അതായത് പൊതുജനങ്ങൾ അറിയുന്നത് ഈ CD-യിലൂടെയാണ്. ഇപ്പൊ ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാം CD-യിലാക്കിയിട്ട് അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഇതേ രൂപത്തിലാണോ അച്ചടക്കം നടപടിയുടെ സംഘടന ഈ വിശദീകരണം ഉസ്താദ് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ അതായത് ഞാൻ ഈ വിഷയം നടന്ന, അതായത് സമസ്ത ചേളാരി വിഭാഗത്തിലേക്ക് പോകുന്ന അടുത്ത വിഭാഗമാണ്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ